ഞാൻ നോക്കുമ്പോ ഒരാള് ഓടുന്നു. എന്റെ പൊന്നിന്റെ പറയില്ല. താങ്ക് യു. നവാസിക്ക അടുത്ത് ഇരിക്കാനായിട്ടൊക്കെ എല്ലാവർക്കും ഒരു പേടിയുള്ള പോലെ. ചിരിപ്പിച്ചും ഫണ്ണിയാക്കിയും അങ്ങനെ വെച്ചിട്ടുള്ള ഒരാളാരായിരിക്കും? പാവത്താനായിട്ട് ഒതുങ്ങിയിരുന്ന് ഒതുക്കത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഒരു കംഫോർട്ട് സോൺ അത് ഏതാണ്? മുപ്പര് അറിയാണ്ട് അക്കൗണ്ടിൽ നിന്ന് ഒരു 40,000-ഓളം രൂപ OTP ഫ്രോഡ് വഴി പോയി. കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത്, പക്ഷെ ബാങ്കുകാർ എനിക്ക് ഉറപ്പ് വന്ന് കിട്ടൂലെന്ന്. ഞാൻ ഈ അടുത്ത കാലത്ത് ഡിജിറ്റൽ അറസ്റ്റിലൊക്കെ പെട്ടു. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ കളിതമാശല്ല. സെറ്റിൽ കൊണ്ട് ഷോട്ടിന് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തതാണ്. ഡയറക്ടറിന്റെ സിനിമയല്ലേ, നമ്മളൊന്നും കൂടുതൽ ഉണ്ടാക്കണ്ട, നിങ്ങൾ ചെയ്താൽ മതി എന്നാണല്ലോ അവർ പറയുന്നത്. മനസ്സിനകത്ത് ഇങ്ങനെ ഒരു മുറുമുറു ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കുറെ കൂടെ ചെയ്യാൻ പറ്റിയില്ലല്ലോ. പൃഥ്വിരാജ് സാർ എന്നോട് പറഞ്ഞു നവാസ് ഏത് മീറ്ററായിരിക്കും നടക്കുകയെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഏത് മീറ്റർ, എനിക്ക് മീറ്റർ ഒന്നും അറിയില്ല. അത് ഈ വണ്ണമുള്ളവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ജിമ്മാണ് കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി വിളുകൊണ്ടോട്ടാ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അൻപോട് കൺമണിയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. കോഴിക്കോട് തന്നെ ഓൾറെഡി കൂടെ ഉണ്ട്. അപ്പൊ ഇവരെ സൽക്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നോ? അവിടെ അർജുൻ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു തലശ്ശേരി. ഡെയിലി അവരെ ഫുഡ് ഉണ്ടാവും. നൈറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ട് അർജുൻ കൂട്ടിക്കൊണ്ടുപോകും. നല്ല ഫുഡും പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. മുപ്പര് അറിയാണ്ട് അക്കൗണ്ടിൽ നിന്ന് ഒരു 40,000-ഓളം രൂപ OTP ഫ്രോഡ് വഴി പോയി. ഡാർക്കിലായിരുന്നു മുപ്പര്. കേരളയിൽ ഇരിക്കുമ്പോഴേ എനിക്ക് ഒരു ഇത് ലിങ്ക് വന്ന്, നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ആധാറായിട്ട് ലിങ്ക് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ഇവിടുത്തെ ലിങ്ക് തൊട്ട് അപ്പൊ OTP അടിക്കാൻ പറഞ്ഞു. അപ്പൊ OTP അടിച്ചിട്ട് പൈസ കൊണ്ട് പോയി. ഓഫ്. എന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത്, പക്ഷെ ബാങ്കുകാർ എനിക്ക് ഉറപ്പ് വന്ന് കിട്ടൂലെന്ന്. പക്ഷെ പോലീസുകാര് കിട്ടുന്നു പറഞ്ഞു. ആ ടെൻഷനിലായിരുന്നു ഞാൻ. അപ്പൊ നമ്മൾ ആ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും നേരത്തെ പറഞ്ഞല്ലേ. അതെ ബാക്കിൽ കുറെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ടും അങ്ങനെ കെട്ടിയതുപോലെ കെട്ടിയിട്ട് അങ്ങ് കൊണ്ടുപോയി ഞങ്ങള്. അപ്പൊ ഇതുവരെ അതിലൊന്നും കിട്ടിയിട്ടില്ല, ഒരു പോലും കിട്ടിയിട്ടില്ല. ഞാൻ നോക്കൂ അക്കൗണ്ട്. അയ്യോ പാവം. എന്നിട്ട് ഇപ്പൊ കാണുന്നിടത്തൊക്കെ പറയുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ, OTP വന്നു കഴിഞ്ഞാല്. പക്ഷെ ഇതിന് മുന്നേ പറയില്ല, എല്ലായിടത്തും പറയുന്ന കാര്യമാണിത്. ഇങ്ങനെയൊന്നും വീണ് പോയത്. പറയോ? അതാ രസോ. ഞാൻ എല്ലാവർക്കും ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കും. അങ്ങനെ ലാസ്റ്റ് ഞാൻ തന്നെ അതില് വീണ്. അയ്യോ കഷ്ടമുണ്ട്. ശരിക്കും ആധാർ ലിങ്ക് ചെയ്യാൻ നോക്കിയതല്ലേ? ആരോടും ചോദിച്ചൊന്നുമില്ലേ ലൈക്ക് ഇങ്ങനെ വേണോ ആധാർ ലിങ്ക് ചെയ്യണോ? ആധാർ ലിങ്ക് ആൾക്കാർ ചോദിക്കണെന്തിനാ? അറിയില്ല ലിങ്കിന്റെ പ്രശ്നം. ഇത് തീരെ മൈൻഡിൽ വന്നില്ല. അയ്യോ കഷ്ടമായി. ഇത് മറ്റേ സീരിയസ് ആയിട്ട് ഞങ്ങക്ക് ചിരിയാണ്. മാലചേച്ചിക്ക് പക്ഷെ വിഷമമുണ്ടെന്ന് തോന്നുന്നു അതില്. ഞാൻ ഈ അടുത്ത കാലത്ത് ഡിജിറ്റൽ അറസ്റ്റിലൊക്കെ പെട്ടു. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ കളിതമാശല്ല. നമ്മള് ശരിക്കും പെട്ടു. എന്റെ പൈസ ഒന്നും പോയില്ല. കുറച്ചു നേരത്തേക്ക് അതിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് അവിടെ ഇരുന്നു. മധുരയിൽ വെച്ചായിരുന്നു. അർജുനൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ ഇതേപോലെ? എനിക്ക് അക്കൗണ്ട് തന്നെ ഞാനല്ല നോക്കണത്. കാരണം എന്റെയിലാണെങ്കിൽ പണി പാളെന്ന് നമ്മൾ എത്ര അവെയർ ആയിട്ട് ഇരുന്നാലും 40 ആണെങ്കിൽ എനിക്ക് അക്കൗണ്ടിന് ഇല്ലാതായി പോയി. മൊത്തത്തില് കളയും. മൊത്തത്തിൽ കളയാൻ എല്ലാം വീട്ടുകാർ തന്നെ നോക്കുന്നത്. അപ്പം തലശ്ശേരി നിങ്ങൾ ഈ ഷൂട്ടിങ്ങിന്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ കൂടുതലും എങ്ങനെയാ? തലശ്ശേരിയിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവും, നാട് കാണാൻ പോവും, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു? ജിം ഞങ്ങളൊരു ഗ്യാങ് ആയിട്ടാ പോവാ. ഞങ്ങളെല്ലാരും ഒരു ടീമായിട്ട് പോയിട്ട് ഒരുമിച്ച്. അപ്പൊ ഈ കൂട്ടത്തിൽ നിന്ന് എപ്പോഴും മുങ്ങുന്നത് അപ്പൊ നവാസിക്കാണോ? ഞാൻ പോയിട്ടുണ്ട്, ജിമ്മിൽ പോയിട്ടുണ്ട്. നവാസിക്കിനെ ട്രോള് അല്ല എപ്പോഴും.
നവാസിക്ക അടുത്ത് ഇരിക്കാനായിട്ടൊക്കെ എല്ലാവർക്കും ഒരു പേടിയുള്ള പോലെ. എനിക്കാ പേടി. അയ്യോ, നവാസിക്ക് എടുത്തിരിക്കാൻ എനിക്ക് പേടിയുന്ന ഇതല്ല എങ്ങനെയാ ശരിക്കും എങ്ങനെയാ അർജുനേട്ടാ? ഇതന്നെയാണ് ഈ കാണുന്ന ഞാനാണ്. തുറന്ന തുറന്ന പുസ്തകം. പുസ്തകം. നവാസിക്ക ചെയ്ത ഇപ്പൊ ഏത് സിനിമയിലാണ് നമ്മൾ കാണുന്ന റോൾസിലെല്ലാം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരാളുടെ പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ശരിക്കും നവാസിക്ക ഇതേപോലെ നാട്ടിലൊക്കെ ഇങ്ങനെ ആളുകളെ ഒബ്സർവ് ചെയ്തിട്ട് അഭിനയിക്കുന്ന സമയത്ത് അതെടുത്തിടാറുണ്ടോ, അതോ ശരിക്കുള്ള നവാസിക്ക എങ്ങനെയാണോ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാണോ? ചിലത് ഞാൻ ചില ക്യാരക്ടർ പിടിച്ചു പോകും. അപ്പൊ ഡയറക്ടർ പറയും നവാസ നമുക്ക് ഇതല്ല വേണ്ടത്. അപ്പോ ഓല് പറയുന്ന ഇതിലേക്ക് പോകും. പക്ഷെ എന്റെ ഇതിനെ ചെയ്യാൻ പറ്റിയില്ല. അവര് ഒരു സാധനം പറഞ്ഞു തരും എനിക്ക്, നമുക്ക് ഇത്ര ഇത് വേണോ അത് വേണോ. ഇപ്പൊ കുരുതിയിലാണെങ്കിലും സാറിനോട് ചോദിക്കുന്നുണ്ട്, പൃഥ്വിരാജ് സാർ എന്നോട് പറഞ്ഞു നവാസ് ഏത് മീറ്ററിലായിരിക്കും നടക്കുകയെന്ന്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഏത് മീറ്റർ, എനിക്ക് മീറ്റർ ഒന്നും അറിയില്ല. അങ്ങനെയല്ല. അപ്പോൾ അവർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഓരോ പടം കഴിയുമ്പോൾ ഓരോന്ന് അവര് പറഞ്ഞു തരുന്നേ ചെയ്യുന്നുള്ളൂ, ഇല്ല ഞാനായിട്ടൊന്നും ചെയ്യലില്ല. എന്റെ പടം കണ്ടങ്ങ് മനസ്സിലാവും. ഇപ്പൊ മാലചേച്ചി ആണെങ്കിലും അർജുനായിട്ടായാലും ഒരുപോലെ തന്നെ സീരിയസ് റോൾസും ചെയ്യാറുണ്ട്, എന്നാൽ ഹ്യൂമറും ചെയ്യാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതലും ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഏത് ചെയ്യാനായിട്ടാണ്? ഒരുപാട് പേര് പറയാറുണ്ട് ഹ്യൂമർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫലിപ്പിക്കാനായിട്ട് കുറച്ച് പാടാണ്, ഹ്യൂമർ കാണുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നുന്നില്ല, അതാണ് ഏറ്റവും ഫലിപ്പിക്കാനായിട്ട് പാടുന്നത്. അപ്പൊ നമുക്ക് റോൾസ് ചെയ്യുമ്പോഴേക്ക് ഏറ്റവും ഈസി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കംഫർട്ട് സോൺ അത് ഏതാണ്? രണ്ടാൾക്കും പറ, ആർക്ക് വേണമെങ്കിലും പറയാം. ഇത് ബേസിക്കലി എല്ലാം പാടാണ്. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൺവേ ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിടും. അപ്പോൾ എല്ലാം ചെയ്ത് അത് ഡയറക്ടർ ഓക്കെ ആണോ എന്നുള്ള കാര്യമാണ് ബേസിക്കലി ഞാൻ നോക്കാറുള്ള പിക്ചർ പരിപാടി. പിന്നെ തമാശ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കൊരു സുഖം കിട്ടൂല. ഈ തമാശ വില്ലൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിഷ്ടമാണ്. നമുക്ക് ആക്ടേഴ്സിന് സിനിമയ്ക്കകത്ത് അങ്ങനെ സെപ്പറേറ്റ് പണി അറിയാവുന്ന സംവിധായകരുടെ വർക്ക് ചെയ്യുന്നതാണ് കംഫർട്ട് സോൺ. അവർക്ക് അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് കൃത്യമായ ബോധമുണ്ട്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അവർക്ക് ബോധമുണ്ട്. നമുക്ക് അതിന്റെ സ്വാതന്ത്ര്യവും കൂടെ നമ്മളെ മനസ്സിലാക്കി തരാനുള്ള ക്ഷമയും നമുക്കതിന്റെ നമ്മളുമായിട്ടൊരു കോൺവെർസേഷൻ നടത്താനുള്ളൊരു സമാധാനവും നമുക്ക് നമ്മളെ ആ ക്യാരക്ടർ നമ്മൾക്കത് നമ്മളിലേക്ക് സിങ്ക് ഇൻ ചെയ്യാനുള്ള സമയം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പൊ ചില സിനിമയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നത് എന്താണെന്ന് പറയാം. കംഫർട്ട് ഏതാണെന്ന് സെറ്റിൽ കൊണ്ട് ഷോട്ടിന് നിൽക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സെറ്റിന് കൊണ്ട് നമ്മൾ ഷോട്ടിന് നിന്നതിന് ശേഷം നമ്മൾ ചോദിക്കുക എന്താണ് സീനിൽ നടക്കാൻ പോകുന്നത്, എന്താ സീനിൽ നടക്കാൻ പോകുന്നത്. സീൻ പേപ്പർ ചിലപ്പോൾ കൈ കെട്ടി കാണത്തില്ല, അതിന് മുമ്പ് കടന്നത് എന്താണെന്ന് അറിയില്ല, കഴിഞ്ഞതും അറിയില്ല. ഇപ്പൊ ഡയറക്ടർ വന്ന് പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഡയറക്ടർ അപ്പം വന്നെന്ന് പറഞ്ഞാൽ ഈ റെഡിമെയ്ഡ് ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എനിക്ക് കുറച്ചുകൂടെ കിട്ടണം. ഇപ്പം മാസ്റ്റർ പീസ് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പം കൊള്ളാവുന്ന ആൾക്കാർ പറയുന്ന ഇപ്പം ഭീഷ്മർവം അല്ലെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കൂടെ ഞാൻ ഇങ്ങനെ വെറുതെ റാൻഡമായിട്ട് ഇപ്പം മൂറ ഈ ഇതൊക്കെ തന്നെ എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റും എൻ്റെ ക്യാരക്ടറും എൻ്റെ ലൈൻസും എനിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. ഗെയിം ഓവർ, തമിഴ്, ഹിന്ദി എല്ലാം ഞാൻ നേരത്തെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ കഥാപാത്രമായിട്ട് കുറെ ഇരുന്ന് ഒന്ന് സെറ്റായിട്ട് അഭിനയിക്കാൻ പോകുമ്പോൾ എന്ത് കറക്ഷനും നമ്മൾ അപ്പം എടുക്കും. പക്ഷെ ആ കഥാപാത്രം ആവാനുള്ള ഒരു സമയവും സാവകാശവും നമുക്ക് തന്നാൽ മാത്രമേ എനിക്ക് കംഫർട്ട് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്ന റോൾസ് കുറെ കൂടെ അതിലോട്ട് ഇൻവോൾവ് ആവാൻ പറ്റും. അത് മാത്രമേ ഇപ്പൊ ഗോതയ്ക്ക് നേരത്തെ തന്നെ നമുക്ക് പറഞ്ഞു തരികയും കഥാപാത്രത്തിന് എങ്ങനെയുള്ള ആളാണ്, എന്താണ് അവരുടെ സ്വഭാവം, ഈ ഡയറക്ടർ നമ്മൾ തമ്മിൽ ഇരുന്ന് ഒരു കോൺവെർസേഷൻ പോസിബിൾ ആവുന്ന ഇടങ്ങളിലാണ് ഞാൻ കംഫർട്ടബിൾ ആവുക. അപ്പൊ വന്ന് നിന്നിട്ട് റെഡിമെയ്ഡ് പോലെ അപ്പം ചുടുന്ന് പറയുന്നത്, ദോശ ചുടുന്ന് പറയുന്നത്, മാവ് ഇലക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചുട്ടാവതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. ചെയ്യും, പക്ഷെ പാടാണ്. ചെയ്യാതിരിക്കില്ല, ചെയ്യും. പക്ഷെ മനസ്സിനകത്ത് ഇങ്ങനെ ഒരു മുറുമുറു ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഡയറക്ടറിന്റെ സിനിമയല്ലേ, നമ്മളൊന്നും കൂടുതൽ ഉണ്ടാക്കണ്ട, നിങ്ങൾ ചെയ്താൽ മതി എന്നാണല്ലോ അവർ പറയുന്നത്. നമുക്ക് മനസ്സിനകത്ത് ഒരു ധൈര്യമില്ലായ്മ ഇങ്ങനെ നിന്നിട്ടേ ഇരിക്കും. അയ്യോ എന്തോണോ ചെയ്തു. മനസ്സിലായി. ഇപ്പൊ ഇമോഷണൽ റോൾസ് അല്ലെങ്കിൽ ഇതുപോലെ സീരിയസ് റോൾസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ റോള് അത് കഴിഞ്ഞ് കട്ട് പറയുമ്പോൾ തന്നെ അത് വിട്ടു പോവോ, അതോ കുറച്ച് സമയം നമ്മുടെ മൈൻഡിൽ അത് നിൽക്കാറുണ്ടോ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു ഇമ്പാക്ട്? ബേസിക്കലി മെത്തേഡ് ആക്ടിങ് അധികം പിടിച്ചിട്ടില്ല. എന്നാലും
എനിക്ക് തുറമുഖം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ഒരു കണക്ഷൻ കിട്ടിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം എന്താന്ന് വെച്ചാൽ ഈ 35 അല്ലെങ്കിൽ 40-50 ദിവസത്തോളം നമ്മളൊരു ക്യാരക്ടർ പിടിച്ചു പോകും തോറും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ ഉള്ളിലേക്ക് എവിടെയെങ്കിലും ഒന്ന് കാറ്റടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചേഞ്ചസ് നമ്മുടെ ക്യാരക്ടർ വൈസിലും ചിലപ്പോൾ വരാം. അപ്പോൾ അതുണ്ടാവാം എന്നുള്ള ചിന്ത ഉണ്ട്. അല്ലാണ്ട് മറ്റേ ആക്ഷൻ ടു കട്ട് കഴിഞ്ഞ് എൻ്റെ പരിപാടിയോട് തീർന്നു. ഞാൻ ആക്ഷന് മുമ്പ് ചിലപ്പോ ഒന്ന് പ്രിപ്പയർ ആവും ഇമോഷൻ പിടിക്കാൻ. കട്ട് വിളിച്ച് അപ്പൊ തന്നെ കട്ട് ചെയ്ത് കളയും. അത് കട്ടായി പോണാണ് എനിക്ക്. കട്ട് ചെയ്ത് കളയുന്നില്ല, അപ്പൊ തന്നെ വിട്ടു പോകും. പിന്നെ നമ്മൾ ആ ചളിയിലേക്ക് ചെറിയ കോമഡിയും ചളിയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളിലേക്ക് എത്തും. ഇപ്പൊ ഇവിടെ മറ്റേ കരച്ചിലൊക്കെ ആയിട്ട് നേരെ പോയിട്ട് മറ്റേ ഞാൻ കരയനെ പറ്റി ഞാൻ ചിലപ്പോൾ ട്രോൾ ചെയ്യും. അങ്ങനത്തെ അതാണ്. അപ്പൊ പക്ഷെ ഈ 40-45 ദിവസത്തോളം നമ്മളിങ്ങനെ ചെയ്തു പോകുമ്പോ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഓട്ടോമാറ്റിക്കലി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അത്രയും ഹിറ്റുമായിട്ട് ചെയ്യുന്നതാണ് ആ ഭാഗം, ആ ഒരു ആക്ഷൻ ടു കട്ട് ഇടയിൽ. അങ്ങനെ അപ്പൊ ഏതെങ്കിലും ഒരു മൂവി കഴിഞ്ഞതിന് ശേഷം കിട്ടിയ ഏതെങ്കിലും ഒരു ഹാബിറ്റ് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. എല്ലാ ഹാബിറ്റ്സും അതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഒരു മൂവി കഴിഞ്ഞിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹാബിറ്റ് ഒന്നും ഇല്ല. ഇല്ല. മത്സരിച്ചൊക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട്? ഒരു മൂവി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് വീട്ടിൽ കൊണ്ടുപോകും. എന്തോ ഞാൻ കൊണ്ടുപോകും. ഇൻഫ്ലുവൻസ് ആവും. ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചേച്ചി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാന്ന് ചോദിച്ചാൽ ഇത് പറയും? എല്ലാ ക്യാരക്ടേഴ്സും എന്നെ ബാധിക്കും. ഞാൻ ഈ അൻപോട് കൺമണിയൊക്കെ എന്നെ വല്ലാതെ ബാധിച്ച ക്യാരക്ടറാണ്. എന്നെ ഭയങ്കര ആ കഥാപാത്രത്തിന്റെ മൂഡിലായിരിക്കും ഞാൻ. പിന്നെ നമുക്ക് ആ ഇപ്പൊ ബാക്കി സന്തോഷങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും, കുറച്ച് ആ കഥാപാത്രത്തിന്റെ മൂഡിലായിരിക്കും. അങ്ങനെ ആയിപ്പോ ഈ ഒരു സെറ്റിൽ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ചിരിപ്പിച്ചും ഫണ്ണിയാക്കിയും അങ്ങനെ വെച്ചിട്ടുള്ള ഒരാൾ ആരായിരിക്കും നമ്മുടെ ഈ ഒരു സെറ്റില്? ചേച്ചി. ഞാൻ പറഞ്ഞേ ഇതൊരു പാവത്താനായിട്ട് ഒതുങ്ങിയിരുന്ന് ഒതുക്കത്തിൽ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി മനസ്സാ വാച അറിയാത്ത കാര്യമാണെന്നൊക്കെ. ചേച്ചി ഞാൻ സംസാരിച്ചിട്ട് ഞാൻ ഇറങ്ങി ഓടിയാണ്. ഞാൻ ചെന്ന് നവാസിനെ കാണുന്നത്, നവാസിന്റെ തമാശ തമാശ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ് നവാസിനെ മെസ്സേജ് ഒക്കെ അടിച്ച് നമ്പറൊക്കെ കണ്ടുപിടിച്ച് വിളിച്ച് നവാസെ പൊളിയാണ്. അപ്പൊ അത് ഞാൻ ആദ്യമായിട്ട് നവാസിനെ കാണാം. അപ്പൊ ഞാൻ അടുത്ത് ചെന്ന് നവാസെ ഭയങ്കര സംഭവം, എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ആക്ട് ചെയ്യാന്നൊക്കെ. ഞാൻ നോക്കുമ്പോ ഒരാള് ഓടുന്നു, നമ്മള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ ഓടുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്താ സംഭവിക്കും. ഞാൻ അപ്പൊ തിരിഞ്ഞു നോക്കി സ്പീഡിൽ ഓടി. കണ്ടില്ല ഈ സംഭവം നടക്കുന്നത്. ഞാൻ തമാശക്ക് പറഞ്ഞ ശരിക്കും നടന്നു. സിനിമയിലൊക്കെ കാണുന്ന പോലെ രോമാഞ്ചത്തിന് ഞാൻ മറ്റേ ഓടിച്ചിരുന്ന അവസ്ഥ. നവാസ് ഓടി. പിന്നെ ഞാൻ നവാസിനെ കണ്ടപ്പോ ഞാൻ ഓട്. എനിക്ക് നവാസ് എന്നെ കണ്ട് ഓടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ചേച്ചി അല്ല ഒറ്റക്ക് മാറുന്നൊരു പറമ്പിൽ പോയിട്ട് അല്ല നമ്മൾ ഒരു പറമ്പ് പോലെ ഉണ്ടായില്ല, ഓട്ടം നിർത്താൻ പറ്റില്ല. അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാ. അന്ന് മെസ്സേജ് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സിനിമയിൽ നിന്ന് ഒരാള് നമ്മളൊരു പടം കണ്ടിട്ട് വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറയുമ്പോളേ ആ ചേച്ചി നേരിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. ഞാൻ ഇറങ്ങി ഓടി ഞാൻ തിരിഞ്ഞോ കൂടി ചേച്ചിന്റെ എനിക്കറിയാം എന്റെ പൊന്ന് സത്യം നടുക്കിരുത്തനായിരുന്നു. മനസ്സാ വാച എന്റെ പൊന്ന് നവാസ്. എന്നിട്ട് ഞാൻ നവാസിനോട്, നവാസിന് എന്തോ മനസ്സിലായി ഈ പറഞ്ഞ പൈസ പോയത്. അപ്പൊ ഞാൻ നവാസിനോട് ഇച്ചിരി സമാധാനപ്പെടാനൊക്കെ പറഞ്ഞ് നവാസിനോട് സംസാരിക്കുക. അപ്പടി നവാസ് ഇറങ്ങി ഓടി. ചേച്ചി കണ്ട നവാസൊക്കെ ഓടുവാണല്ലോ. പിന്നെ സെറ്റിൽ ചേച്ചി വിടുമ്പോൾ ഞാൻ മുങ്ങിക്കാളും. അതല്ലേ ഞാൻ വന്നപ്പോ ഇരുന്നപ്പോ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ഞാൻ ചോദിച്ചത്. ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചത്. ലൊക്കേഷൻ റൂമിലേക്ക് പോകാൻ വണ്ടിയൊന്നും വേണ്ട. അത് ഞാൻ ചോദിച്ചു ഇവിടെ ഇരുന്നോട്ടെ ഞാൻ ചോദിച്ചില്ലേ വന്നപ്പോഴേ ചോദിച്ചു. അതെ അതെ ഇറങ്ങിയാണ് ഓടുവെന്ന് അറിയാനാ. ഞാനില്ല, ലോക്കാണ് ഡോറ്. നമ്മള് നേരത്തെ അതാ ലോക്ക് ചെയ്ത് ഫണ്ണായിരിക്കും. മനസ്സിലായി. അത് എന്താ ശരിക്കും റീസൺ എന്താ? ഇപ്പൊ നമുക്ക് തുറന്ന സദസ്സ ഇപ്പൊ പറഞ്ഞു എന്താ ശരിക്കും ഓടാനുള്ള കാര്യം? ആരോട് പറയില്ല. ഏയ് ആരോട് പറയില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. ആ സന്തോഷം കൊണ്ട് തന്നെ അത് എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയുന്നില്ല. എപ്പൊ സന്തോഷം വന്നാലും ഓടുവോ? ആന്നില്ല, ചില സമയത്ത് ഉള്ളു നിറഞ്ഞ് കണ്ണീന്ന് വെള്ളം തൊടുമ്പോ അത് കാണിക്കാതിരിക്കാൻ ഓടുന്നതാ. ചേച്ചിയുടെ സംസാരം ഇങ്ങനെയല്ല. ചേച്ചിനെ
പക്ഷെ എനിക്ക് ആ പടം അത്ര ഇഷ്ടമായി. വിനയ് ഫോർട്ടിന് എല്ലാരും പറഞ്ഞിട്ടോ. അപ്പൊ അത് ഭയങ്കര സന്തോഷം. താങ്ക് യു. താങ്ക് യു കേൾക്കാൻ ഒരു വർഷമായി. കഴിഞ്ഞ നവംബറില് ഇന്നലെ കഴിഞ്ഞ പോലെ എനിക്ക് ആഹാ ഒരു വർഷം മുമ്പ് പറഞ്ഞ കാര്യത്തിന് താങ്ക് യു. അന്ന് താങ്ക് യു പറഞ്ഞിട്ടില്ലായിരുന്നല്ലേ? ഓടിയോണ്ട് പറയാൻ പറ്റില്ല. താങ്ക് യു എന്നല്ല എന്റെ മുഖത്തോട്ടേ നോക്കിയിട്ടില്ല. ഞാൻ പേടിച്ചു പോയി. ഞാൻ പിന്നെ നവാസ് അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇതിലേ പോവും. അതിൽ പിന്നെ ചേച്ചിക്ക് ഒരാളെ അപ്രിഷിയേറ്റ് ചെയ്യാൻ പേടിയായി കാണുമല്ലോ. അയ്യോ പിന്നെ ടെൻഷനായി പോയി. നവാസിനെ കാണുമ്പോ നമ്മള് ഇന്ന് തന്നെ ഞാൻ നവാസെ ഓക്കെ ആണോ? ഞാൻ ഒരു കുഴപ്പമില്ല ചേച്ചി നേരത്തെ വന്നപ്പോ നമ്മള് ചിരിയിലേക്ക് ഒതുക്കളയുന്ന അവസ്ഥ. ആ ചിരിയുടെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നാ തോന്നുന്നത്. മൃദുലേട്ടനും കൂടെ വേണമായിരുന്നു. നവാസ് എന്നെ ട്രോൾ ചെയ്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നവാസിന്റെ അയ്യോ ഞാൻ അങ്ങനെ പറയുന്നത്. സന്തോഷം കൊണ്ട് ഓടിയതായിരിക്കും. ഭയങ്കര ഒരു ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു മച്ചാനാണ്. നമ്മള് ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് അത്രയും ഫീൽ ചെയ്ത് ഓക്കെ നവാസിക ഇപ്പം ചേച്ചിയെ ട്രോൾ ചെയ്താണെന്നൊക്കെ ചേച്ചിക്ക് തോന്നുന്നുണ്ടല്ലോ. ശരിക്കും ഇതിനു മുമ്പ് ഓടിയ ഒരു കഥ പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് അപ്പൊ ഒരു വിശ്വാസം ആവട്ടെ. അതിനു മുമ്പ് ഓടിയിട്ടില്ല. ഓടിയിട്ടില്ല. അപ്പൊ ചേച്ചിയെ തെറ്റ് പറയാൻ പറ്റില്ല. ചേച്ചി അങ്ങനെ വിശ്വസിച്ചതില്ല. ഞാൻ ചേച്ചിന്റെ ഭാഗത്താ. ഞാൻ നമ്മളൊരാളോട് ചെയ്തിട്ട് നിങ്ങള് ഗംഭീര നടനാണ്, ഞാൻ അന്ന് എന്നുവെച്ചാൽ അങ്ങനെ നോർമൽ ആവാൻ ഭയങ്കര പാടാണ് അഭിനയിക്കുമ്പോഴേ. അപ്പൊ അത്ര നോർമൽ നവാസ് ഭയങ്കര നോർമലായിട്ട് അഭിനയിക്കും. എനിക്കത് ഭയങ്കര, ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത് ആ ഏരിയ. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവരെ അതിശയിച്ച് അപ്രീഷിയേറ്റ് ചെയ്യില്ലേ പിന്നെ. അപ്പൊ ഒരാൾ ഓടുക സംസാരിച്ച്, ഞാൻ ഒരു സെന്റൻസിന്റെ നടുക്കാണ് ഓടുന്നത്. സംസാരിച്ച ഒരു കാര്യം കഴിഞ്ഞിട്ട് ഓക്കെ ശരി നവാസെ എന്ന് പറഞ്ഞ് നവാസ് ഓടുവല്ല. അതെ നമ്മൾ സംസാരിച്ചു എന്റെ സെന്റൻസിന്റെ പകുതിക്ക് വെച്ച് നവാസ് ഞാൻ പറയാം. നവാസ് തിരിഞ്ഞു നോക്കിയപ്പോ ഞാൻ ഓടുന്നു. നവാസ് സ്പീഡ് ഓടും. എനിക്ക് ആരില്ലായിരുന്നു ഒന്ന് ക്യാപ്ചർ ചെയ്തെടുക്കാൻ. ഞാൻ കണ്ടിട്ടില്ല ഈ പരിപാടി. നിങ്ങൾ അടുത്ത് ആരും ഇല്ലായിരുന്നല്ലേ? രാത്രി ഓടിയോ? അതെ അവിടെ തന്നെ കണ്ടായിരുന്നല്ലേ? ഭയങ്കര അത്ഭുതമായി തോന്നി. എന്റെ വയറ്റിലോടി ചേച്ചി ബാക്കില്. എന്റെ വയറ്റിലോടിയതാ. ഞാൻ തിരിഞ്ഞു നോക്കും നിങ്ങൾ എന്റെ ബാക്കിൽ വരുന്നുണ്ട്. വൈത്തലോടി കിട്ടിയില്ല. വൈത്തലോടി നമ്മൾ കോഴിക്കോട് ബാക്കിലോടി. എന്റെ പേസിൽ ഓടി എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഞാൻ നവാസ് ഓടി എന്റെ സ്പീഡിൽ അതേ സ്പീഡിൽ ഓടി. ഇനി ബാക്കിൽ ഓടിയെന്നാ ഉദ്ദേശിച്ചതെന്ന്. അത് ഈ വണ്ണുള്ളവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ജിമ്മാണ് ജിമ്മ്. ലാംഗ്വേജും കേൾക്കാൻ നല്ല, വേറെ സ്ലാങ്ങും കേൾക്കാൻ നല്ല രസം അല്ലേ? അതെ ഒരുപാട് വ്യത്യാസം. ഞാനൊന്നും പറയുന്നില്ല. ഈ വെബ് സീരീസ് കേരള ക്രൈം ഫയൽ എന്നിട്ട് അപ്പൊ അതിന്റെ ഡയറക്ടർ അഹമ്മദ് കബീർ ചില സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് നവാസ്ക ഇതിനെന്താ നിങ്ങളെ നാട്ടിൽ പറയാന്ന്. ഞാൻ ഇവിടുന്ന് വരുന്ന കുറച്ചു ഏതോ കാട്ടുന്നൊക്കെ വരുന്ന പെന്ന് മറ്റേത് ഓരോ സാധനങ്ങൾ കാണിച്ചിട്ടേ ഇതിനെന്താ പറയാന്ന് ചോദിക്കൂ എന്നോട്. അങ്ങനെ എല്ലാരും ഇങ്ങനെ നിങ്ങളെ കാണുമ്പോ നമ്മുടെ സൈഡിൽ നിന്ന് വരുന്നവരൊക്കെ ഇതേപോലെ ചോദിക്കാറുണ്ടല്ലേ, ഇതെന്താ ഇത് നിങ്ങളുടെ മൈൻഡില് നമ്മള് വേറെ എവിടുന്നോ വന്ന പോലെ തോന്നലായിരിക്കും. ഇല്ല ഇതെന്ന് വെച്ചാല് ബേസിക്കലി ആ പടത്താ എനിക്ക് തോന്നുന്നു ആ സീരീസിന് കുറെ കോഴിക്കോട് സ്റ്റൈൽ ആയിട്ടുള്ള വാക്കുകൾ വേണമായിരുന്നു. അതുകൊണ്ട് വെച്ചാൽ അല്ലെങ്കിൽ ആരോഗ്യം നാസ്ക് എടുത്തേക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ്ഫുൾ മൂവി ആവട്ടെ. നല്ല സിനിമയായിരിക്കും കേട്ടോ. നല്ല സിനിമയായിരിക്കും, അതാണ് നമുക്കൊരു ഉറപ്പുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും മൂവി നല്ലൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആവട്ടെ. ഫാമിലിക്ക് ഭയങ്കര, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. നിർത്താൻ ശ്രമിക്കല്ലേ? പറയാതെ ഞാൻ നിർത്തൂല. ഈ സെന്റൻസ് മുഴുവൻ പറയാതെ ഞാൻ നിർത്തുകയില്ല. ഒരു സെന്റൻസ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനി വിളുവോട്ടോട്ടാ പിന്നെ നോക്കി അല്ല എന്നെ അവിടെ കാണിച്ച്, അപ്പൊ ഞാനിവിടെ കാണിക്കും. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മൂവി ഒരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.